ഇവിടെ നല്ല മീൻ കുടിക്കുന്നുണ്ട്. കിട്ടിക്കോളൊന്നും കേട്ടാ. എപ്പോൾ വല വീശുമ്പോൾ കിട്ടായിക്കണം. ഇടക്ക് കിട്ടും, ഇടക്ക് കിട്ടില്ല. അങ്ങനെയാണ് ഉണ്ടാവല്. നോക്കുക, ഒരു പരീക്ഷണം നോക്കുക എന്ന് മാത്രമാണ് കേട്ടോ. മീൻ കുടിക്കണതിനനുസരിച്ച് വീസുള്ളൂ കേട്ടോ. പെട്ടെന്ന് വീസൽ നടക്കില്ല. അതൊക്കെ ചെറിയ മീനാണ്. നല്ല കണ്ണന്മാരിങ്ങനെ വീസണേ. വല അങ്ങനെ ഒഴിച്ചു പോയാലേ മീൻ കിട്ടുള്ളൂ. പണി പാളിയിട്ടുണ്ട്. പണി പാളി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വല എവിടെ കുടുങ്ങി, വല എവിടൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇറങ്ങേണ്ടി വന്നു. ഒന്ന് കച്ചറയാണ്, ഒന്ന് കച്ചറയാണ്. വല കുടുങ്ങി. ഇതൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായ കുഴപ്പങ്ങൾ. ഇവിടെ ഒഴിവായി. വല ഇവിടെ നന്നായി ഒന്ന് കുടുങ്ങി. വല കുടുങ്ങിയാൽ പിന്നെ നോക്കണ്ട, പിന്നെ മീൻ കിട്ടാൻ പാടില്ല. അപ്പോൾ കിട്ടിയതാണ് ഇപ്പോൾ. ഒരു ഗുണമേന്മയുള്ള മീനാണ് കിട്ടിയത്. വലിയ മീനാണത്. പക്ഷേ ഈ കൊള്ളി കുടുങ്ങിയ കാരനാണിപ്പോൾ പണി പാളിയത് കേട്ടാ. ഇനി അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഈ വല പുതിയ വലയാണ്. പുതിയ വല ആയതുകൊണ്ട് ഇറങ്ങാതെ മാർഗമില്ല. പിന്നെ വലിയ തേങ്ങ കിട്ടിയത്, തേങ്ങാ പുണ്ണാക്കും ഉണ്ട്. ഈ വല വീസൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള വീസലുകളാണ് കുറേ ഉണ്ടാവുക. കാരണം ചിറ്റ, ഇതെങ്ങനെ ചിറ്റ, ഇതൊന്നും ഇപ്പം നമ്മളെ എവിടുന്നും പഠിക്കാനില്ല. ഓരോരുത്തർ ചെയ്യണത് കണ്ടിട്ട് പഠിക്കാട്ടാ. ഞാൻ വലിയ വല വീസലാരനൊന്നുമല്ല. പക്ഷേ എന്നിട്ട് നമ്മളിങ്ങനെ ചിറ്റി ഇത് കുറച്ച് കയറ് വലിപ്പം കിട്ടാ. അത് കാരണം ഇത് കിടക്ക് കെട്ട് കൊടുങ്ങും. അത് ശ്രദ്ധിക്കണം നമ്മൾ. എന്നിട്ട് ഇത് ഇവിടെ ഇടുക, ഈ കൈമട. എന്നിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങനെ ചിറ്റ. ചിലവരിങ്ങനെ കോർത്ത് പിടിക്കണവരുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കോർത്ത് പിടിക്കണമെന്നില്ല. വലയുടെ പിരിവുണ്ടല്ലോ, പിരിവ് നിർത്തണം. ഈ പിരിവ് നമ്മളിങ്ങനെ പൊന്തിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് നിർത്തുക. എന്നിട്ടിതാ ഒരു കോർത്ത് പിടിക്കലും കൂടി മതി. എന്നിട്ടിതാ ചിലവരിങ്ങനെ ഇങ്ങനെ ഇടും, ചിലവർ ഇവിടുന്ന് ഇതിനോട് കൂട്ടിയിട്ടിടും. അപ്പം നമ്മളെന്ത് ചെയ്യുക, ഇങ്ങനെ പിടിക്കും, പുള്ളി പിടിക്കുക. ഇത് എടുത്തില്ലടാ ജി, കുറച്ചെടുക്കുക. വല ഇവിടെ ചിറ്റി പണിഞ്ഞിട്ടുണ്ടാകും നോക്കണം കേട്ടോ. എന്നിട്ട് ഇത് അങ്ങനെയാണ് മറിക്കുക. ഇങ്ങനെ ഇട്ടാലും മതിട്ടാ. ഇതിപ്പോൾ 9 മുളമുള്ള വലയാണ്. ഇത്ര വലിയ വല ആരും മേടിക്കണ്ട. വീശി പഠിക്കാനാണ് ഈ ചെറുത് മതിട്ടാ. എന്നിട്ട് ഇതാ ചിലവരിങ്ങനെ കൂട്ടി പിടിച്ചിട്ടിടണം. ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുത്തിട്ട് ഒരു ഈ ചൂണ്ടുവരലുമ്പോൾ കുറച്ചിടുക. ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അടുത്ത വരലുമ്പോൾ കുറച്ചിടുക. പിന്നെ ഇങ്ങനെ എടുക്കുക. ഇവിടെ വല ചുറ്റി പണി ഉണ്ടാകും നോക്കണം. മണി കയറി കുടുങ്ങിയത്. എന്നിട്ട് ഇങ്ങനെ ഇടുക. പിന്നെ ചെറുവരലുമ്പോൾ കുറച്ചിടുക. എന്നിട്ട് വല ഇങ്ങനെ കൂട്ടി പിടിക്കുക. ഇനി നമ്മൾ തിരിഞ്ഞ് നിന്നിട്ട് വീസട്ടാ. ആ തിരിഞ്ഞ് നിന്നിട്ട് വീസൽ ഇപ്പം ഞാൻ കാണിച്ചതാ. ഇങ്ങനെ അപ്പോൾ തിരിഞ്ഞുള്ള വീസലാണ്. ഇതെങ്ങനെ എന്നിട്ട് ഇങ്ങനെയും വിടാൻ പറ്റും. എന്നിട്ട് വലതാ വെല്ല വലിച്ചെടുക്കുക. വലിയ മീനുണ്ടെങ്കിൽ ഏറ്റവും നല്ല അടിയിൽ കൂടെ ഇങ്ങനെ വലിക്കല്ലേ. അപ്പോൾ പക്ക് ചേർന്നിട്ട് വരും.
കൊള്ളിയും കോലും കുടുങ്ങിക്കഴിഞ്ഞാൽ മീൻ കിട്ടാൻ പറയാം. അപ്പോൾ മീനിന് വേണ്ടി വീശിയാൽ കേട്ടാ, വല വീശലൊന്നും കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ. അത് വേറെ തരം വീശലാണ്. അത് മീനിന് വേണ്ടി വീശിയാൽ കേട്ടാ, അത് കുറച്ച് കൊള്ളിയും കോലും എടുക്കാണ്ട് അതിന് വേണ്ടി വീശത്, കുറച്ച് കച്ചറക്ക് വേണ്ടിയിട്ട് വീശുക. അപ്പോൾ ആ കച്ചറക്ക് കിട്ടിയില്ല, മീനെ കിട്ടാത്തോളം കച്ചറ കിട്ടി. അപ്പോൾ എന്നിട്ട് നമ്മളൊരു വീശി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കാര്യപ്പെട്ട സാധനങ്ങൾ ഇതിലുണ്ടാവും. കാര്യപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ സ്വർണ്ണം അല്ലട്ടാ, ഈ കുപ്പി അങ്ങനത്തെ സാധനങ്ങൾ വല്ലയുടെ കണ്ണി പൊട്ടാതെ നമ്മൾ എടുക്കണം. ഈ സാധനമൊക്കെ കുഞ്ഞാലേ വല 6000 റുപ്യയുടെ വലയാണ്. അപ്പോൾ നമ്മൾ വല്ലാതെ കേട്ടിട്ട് കാര്യമില്ല, കേട്ടിട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കച്ചറകളൊക്കെ നമ്മൾ വേണ്ട ഒഴിവാക്കിയാൽ മതി, വേറെ കുഴപ്പമില്ല. കൊള്ളിയും കൊല്ലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടിക്കുക, മേമേം വീശണം എന്നുണ്ടെങ്കിലേ അതാ ചെയ്യാം. അപ്പോൾ കച്ചറൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഈ കൊള്ളിയും കോലും ഈ കൊള്ളിയും കോലൊക്കെ ഒഴിവാക്കുക. ഏലക്കയിൽ കിടന്നോട്ടെ, കുഴപ്പമില്ല. ഏലപ്പായി ഇട്ടാലും വല പിരിയും. കൊള്ളിയും കോലും ഉണ്ടാകുന്ന നോക്കണം. അപ്പോൾ കൊള്ളിയും കോലൊന്നുമില്ല. അപ്പോൾ അതൊരു തരം വീസലാണ്. ഇനി വേറൊരു തരം വീസൽ അതും കാണിച്ചു കേട്ടാ. അപ്പം ഇങ്ങനെ ചിറ്റലൊക്കെ അങ്ങനെ കേട്ടാ. ഈ വല ദൂരത്തേക്ക് എറിയാന്ന് പറഞ്ഞ സംഗതിയാണ്. വല ദൂരത്തേക്ക് വരുമ്പോൾ തിരിഞ്ഞിട്ടിടക്ക് ദൂരത്തേക്ക് നിർണ്ണയത്തിൽ കിട്ടിയെന്ന് പറ്റില്ല. ദൂരത്തേക്ക് പോകാൻ സാധ്യത കുറവാണ്. ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ ഇടയ്ക്ക് കൊട്ടി പഞ്ഞിട്ടാണ് പോകും. കുറച്ച് ഉയരമുള്ള സ്ഥലത്ത് നിന്നൊക്കെ വീശണം വെച്ചാൽ കെട്ടി പഞ്ഞിട്ട് ബുക്കലുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം മീൻ അവിടെ കുടിച്ചിക്കണമെന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് എത്തണമല്ലോ. വെള്ളത്തിൽ ഇറങ്ങാതെ നമ്മൾ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ചിറ്റുക. വലയുടെ പിരിവ് എന്തായാലും നമ്മൾ നിർത്തണം, അല്ലെങ്കിൽ വല ശരിയാവില്ല. എന്നിട്ട് ഈ പിരിവ് ഇതാ നിർത്തുക. എന്നിട്ട് ഇതേപോലെ തന്നെ സാധാ പിടിക്കണം വല പിടിക്കുക. ഇങ്ങനെ പിടിക്കുക, ഒരു ലേശം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇടുക, ഇങ്ങനെ മറിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ചിലവർക്ക് ഇങ്ങനെ കൂട്ടി പിടിക്കട്ടാ, അത് ഞാൻ ചെയ്യണില്ല. ഇങ്ങനെ ഓരോ വരലുമ്പോൾ കോർക്കുക, ഇവിടെ എടുക്കുക. ഇപ്പോൾ 2 വരലുമ്പോൾ കോർത്തി ഇങ്ങനെ എടുക്കുക. ഇപ്പോൾ 3 വരലുമ്പോൾ കോർത്തി ഇവിടെ വല ചെറിയൊരു കെട്ട് കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാക്കണം. അപ്പോൾ അത് ശരിയായി. എന്നിട്ട് 5ാമത്തെ വരലും ഇടുക. എന്നിട്ട് വല കുറച്ചും ഇങ്ങോട്ട് കയറ്റുക, തിരക്കിട്ട് പൊന്തിക്കണം. ഇപ്പോൾ നമ്മൾ അങ്ങണ്ട വീശണമെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുക, എന്നിട്ട് ഇങ്ങനെ പൊന്തിക്കുക. ഇങ്ങനെ പൊന്തിക്കുക, ഒരു 8 ആട്ടിൽ വേണമെങ്കിൽ ആട്ടിക്കൊള്ളി. എന്നിട്ട് ഇതാ അങ്ങനെ. അപ്പോൾ വല അറ്റത്തേക്ക് ദൂരത്തേക്ക് പോകും. അത് നമ്മൾ വീശിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചണ്ടിയും ചരക്കൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ, വലിയ ചണ്ടിയും കാര്യങ്ങളൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങണം. ഇറങ്ങിയിട്ടില്ലെങ്കിൽ വല കയറും. അവിടെയൊക്കെ വല കുടുങ്ങിയിട്ടുണ്ട്. അപ്പം ഒഴിവായി. വല കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും വലിയ രീതിയിൽ നമ്മൾ വലിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വല പൊട്ടിക്കഴിഞ്ഞാൽ വലയുടെ കായ് പോയി, ഇതൊന്നും നോക്കണ്ട. വെല്ല എടുക്കുക. അങ്ങനെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ വല എടുക്കണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങണം, ഇറങ്ങിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അത് പേടിയുള്ളവരാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിയില്ല. കാരണം മുകളിൽ നിന്നിട്ടിങ്ങനെ വീശുന്നവർക്ക് പിന്നെ ഈ പരിപാടി പറ്റില്ല. കാരണം എന്താ വെച്ചാൽ വല കുടുങ്ങിയാൽ വെള്ളത്തിൽ ഇറങ്ങണം. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങണ മടിക്കെടുക്കുക എന്ത് ചെയ്യും, ചിലർ പൊളിക്കും, വല കീറും. മീനൊന്നും ഇല്ല കേട്ടാ. കണ്ണൻകുട്ടികളൊക്കെ വീശലുണ്ടെങ്കിൽ കണ്ണൻകുട്ടികളൊക്കെ പൊത്തി കയറി പൊളിക്കും. ഇപ്പോൾ ഈ കച്ചറ അങ്ങനെ എടുത്തോണ്ടൊരു ഗുണം വേറെ ഉണ്ട്. പിന്നെ ഒരു ദിവസം നമുക്ക് വന്നാൽ എന്ത് ചെയ്യുക, വീശാൻ പറ്റും. CRPകളുണ്ട്. ഇനി രാവിലെ നമുക്ക് വീശൽ നടക്കുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുക, നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലും ബ്രേക്കൊന്ന് കയറി അമർത്തി കൊടുക്കുക. വീണ്ടും വീഡിയോയുമായി വീണ്ടും കാണാം. ലെറ്റ്സ് ഗോ ദ വീഡിയോ.